السلام عليكم. إن الحمد لله حمدا يوافي نعمه ويكافي مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم من نفخه ونفثه. وإني خفت الموالي من ورائي وكانت امرأتي عاقرا فهب لي من لدنك وليا يرثني ويرث من آل يعقوب واجعله رب رضيا. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് ചേരൽ നമ്മിൽ നിന്നും സ്വീകരിക്കുകയും ഇതിൽ നിന്നുമുള്ള പാഠം ഉൾക്കൊണ്ട് ജീവിതത്തിൽ പരിവർത്തനത്തിന് വിധേയമാകാനുമുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നൽകുമാറാവട്ടെ. നമ്മുടെ വിഷയം ശിഖരങ്ങളിലേക്കുള്ള തെളിനീർ. പലരും പല ഭാവനാ ചിത്രങ്ങളൊക്കെ വരച്ചു, ചെടി വെച്ചു, മരം വെച്ചു. പക്ഷേ മുരട് നമ്മിൽ തന്നെയുണ്ട് എന്നുള്ളതാണ്, അടിത്തറ നമ്മിലുണ്ട്, ശിഖരങ്ങൾ പടർന്ന് കിടക്കുന്നു എന്നുള്ളതാണ് വിഷയത്തിൻ്റെ പ്രാധാന്യം. അങ്ങനെ ഒരു വിഷയം അങ്ങനെ തന്നെ പേര് വിടാനും പ്രത്യേകമായൊരു കാരണമുണ്ട്. മാവ് മുളച്ചാൽ പ്ലാവാവില്ല എന്ന് വെച്ചാൽ ഏതൊരു വിത്തിൽ നിന്നാണോ ഉള്ളത് ആ ഗുണങ്ങൾ അതിൻ്റെ ഉൽപ്പന്നത്തിൽ പ്രകടമാകും. അതിൽ നിന്ന് നമുക്ക് ചില ഇത്തിക്കണ്ണികളെ വെട്ടിമാറ്റേണ്ടിയും വരും. ചില മാവിലൊക്കെ ചില പ്രത്യേക സമയങ്ങളിൽ ഇത്തിക്കണ്ണി എന്ന് പറയില്ലേ, ഇത്തിക്കണ്ണികളുണ്ടാവും. അതിനെ നമ്മൾ മാറ്റിയിട്ടെങ്കിലേ ഇതിൻ്റെ അടിത്തറക്കനുസരിച്ച്, കാമ്പിനനുസരിച്ച് അല്ലെങ്കിൽ മുരടിനനുസരിച്ച് ആവശ്യമായ വളർച്ച അതിന് കിട്ടുകയുള്ളൂ. പ്രഭാഷണങ്ങളിലും ഖുതുബകളിലുമൊക്കെ മാതാപിതാക്കൾക്ക് വേണ്ടി പറയും, പ്രത്യേകിച്ച് മാതാവിന് വേണ്ടി പറയും. അവിടെ വിസ്മരിക്കപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്, പിതാക്കന്മാർ. അതേപോലെ തന്നെ മാതാപിതാക്കളെ പറ്റി പറയുമ്പോൾ ആ മാതാപിതാക്കൾക്ക് ഈ മക്കൾക്ക് അങ്ങനെ ബോധം നൽകുന്നതിന് വേണ്ടിയുള്ള ചില ബാധ്യതകൾ കൂടി ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. തനിക്കൊരു സന്താനം ഉണ്ടാവണമെന്നും തൻ്റെ പാരമ്പര്യം നിലനിർത്തണമെന്നും ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല. പൂർവിക കാലഘട്ടം മുതൽ, പ്രവാചകന്മാർ മുതൽ നമുക്കതിന് ചരിത്രവും കാണാം. ഞാൻ ആമുഖമായി ഓതി വെച്ച സൂറത്ത് മറിയമിലെ വചനത്തിൽ അള്ളാഹു പറയുന്നത്, എനിക്ക് ശേഷം ഈ ദഅവത്ത് ഏറ്റെടുക്കാവുന്ന ഒരു അനന്തരാവകാശി ഇല്ലാതെ പോകുന്നതിനെക്കുറിച്ച് ഞാൻ ഭയപ്പെടുന്നു എന്നും, സൂറ ആല ഇമ്രാനിൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന, മറിയം റളിയല്ലാഹു അൻഹ അവർക്ക് ഭക്ഷണം കിട്ടിയത് കണ്ടപ്പോൾ അവിടെ വെച്ച് പറഞ്ഞില്ലേ, അവിടെ വെച്ച് പ്രാർത്ഥിച്ചല്ലോ, ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു. അവിടെ വെച്ച് സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ റബ്ബിനോട് തേടി, മക്കൾക്ക് വേണ്ടി തേടിയ വചനങ്ങളും കാണാം. ഞാൻ അതിലേക്കൊന്നും ദീർഘമായി പോകുന്നില്ല. വളരെ 35 മിനിറ്റ് കൊണ്ട് ഇതിൻ്റെ മർമ്മം സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ദീർഘം നിങ്ങൾക്കും താല്പര്യം ഉണ്ടാവില്ല. ഈ സന്താനങ്ങളെ
സന്താനങ്ങളാക്കി മാറ്റുന്നതിൽ നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങുക? മക്കളെ നമ്മൾ നന്നാക്കൽ എവിടെ നിന്ന് തുടങ്ങും? എവിടുന്നാ തുടങ്ങുക? മക്കളെ നന്നാക്കണമെങ്കിൽ എവിടെ മുതലാണ് തുടങ്ങുക? വിവാഹത്തിന് മുമ്പ് നമ്മൾ തിരഞ്ഞെടുപ്പ് ശരിയാക്കണം. തനിക്കൊരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ വളർത്തുന്ന മാതാവിൻ്റെ സംസ്കാരം എന്താണ് എന്ന ഒരു തിരിച്ചറിവ് ആദ്യം ഉണ്ടാവണം. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ഒരു ഉപ്പ വന്നിട്ട് തൻ്റെ മകൻ്റെ സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ച് പരാതി പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു മകനെ വിളിച്ചിട്ട് കുറച്ച് ഉപദേശം നൽകി മാതാപിതാക്കളോടുള്ള ബാധ്യതയെക്കുറിച്ച്. ആ മോന് കുറച്ച് വിളഞ്ഞ വിത്തേനി മോന് ചോദിച്ചു, മാതാപിതാക്കൾക്ക് മക്കളോട് വല്ല ബാധ്യതയും ഉണ്ടോ? ബാധ്യതകളുണ്ട്. എന്തൊക്കെയാണ്? അപ്പൊ പറഞ്ഞു, നല്ല മാതാവിനെ കൊടുക്കുക, നല്ല മാതാവിനെ കൊടുക്കുക, നല്ല പേരിടുക, പിന്നെ നല്ല അദബുകൾ ശീലിപ്പിക്കുക. അപ്പോൾ ഇത് മൂന്നും എൻ്റെ പിതാവ് എന്നോട് ചെയ്തിട്ടില്ല. എൻ്റെ മാതാവ് എന്നത് തെരുവിൽ തെണ്ടി നടന്നിരുന്ന സംസ്കാരമില്ലാത്തൊരു സൗന്ദര്യമുള്ളതിനെ കണ്ട് എൻ്റെ ഉപ്പ അവരെ വിവാഹം കഴിച്ച്, അതുകൊണ്ട് അവരെനിക്ക് സംസ്കാരം പഠിപ്പിച്ചിട്ടില്ല. എൻ്റെ പേര് ജ്വാല എന്നാണ്, കരിവണ്ട് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. എന്നെ ഒരക്ഷരം പോലും അള്ളാഹുവിൻ്റെ കലാമ് പഠിപ്പിക്കാൻ ഉമ്മാക്കും ഉപ്പാക്കും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഈ ഉപ്പാൻ്റെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, താങ്കളുടെ മകൻ താങ്കളോട് അന്യായം ചെയ്യുന്നതിൻ്റെ മുമ്പേ താങ്കൾ മകനോട് അന്യായം ചെയ്തു എന്ന് വെച്ചാൽ നമ്മൾ വിവാഹം കഴിക്കുന്ന മുമ്പാണ് നമ്മുടെ മക്കളെ പറ്റി ചിന്തിക്കേണ്ടത്. എൻ്റെ കുട്ടിക്ക് സംസ്കാരം നൽകാൻ പറ്റുന്ന ചുറ്റുപാടും അന്തരീക്ഷവും ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. അന്ന് നമ്മൾ നോക്കുക പണ്ടവും അതേപോലെ തന്നെ പണവും തറവാടിത്തവും പേരുമുള്ള കുടുംബമാണോ എന്നാണ്. ഫദ്ഫർ ബിദാത്തിദ്ദീൻ തെരിബത് യദാക്, നിന്റെ കൈ മണ്ണ് പുരളേണ്ടി വന്നാലും മതനിഷ്ഠയുള്ളവളെ കൊണ്ട് നീ വിജയം വരിക്കുക എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള കാരണവും അതാണ്. അപ്പം ഞാൻ പറഞ്ഞത്, വിവാഹം കഴിക്കുന്ന മുമ്പ് നമ്മുടെ മക്കളെക്കുറിച്ചുള്ള ചിന്ത നമുക്കുണ്ടാവണം. മക്കളെ റബ്ബ് തരുമോ ഇല്ലേ എന്നുള്ളത് വേറെ വിഷയം. തന്നു കഴിഞ്ഞാൽ അവർക്ക് അദബ് പഠിപ്പിക്കേണ്ടത് ഈ മാതാവും പിതാവും ചുറ്റുപാടുകളുമാണ്. ആദ്യം ഉമ്മ, പിന്നെ ചേർന്ന് ഉപ്പ, ഇത് രണ്ടും കഴിഞ്ഞാൽ പിന്നെ ചുറ്റുപാടുകൾ. എല്ലാവർക്കും അതിൽ റോളുണ്ട്. പക്ഷെ എല്ലാ കുട്ടി ജനിക്കുന്നതും കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, നല്ല പ്രകൃതിയോടെയാണ്. ആരും നരകാവകാശിയായോ കുറ്റവാളിയായോ ഇങ്ങോട്ട് ജനിക്കുന്നില്ല. അവര് നിഷ്കളങ്കരാണ്. കൈതവം കണ്ണു എന്ന് പാടുന്ന നമ്മുടെ മലയാള കവികൾ കൈതവം കാണാത്ത കണ്ണാണ്, കളങ്കമെന്താണെന്നറിയാത്ത കണ്ണുകളാണ്. കവി പറയുന്നത് അതുകൊണ്ട് അങ്ങനത്തെ ആളുകൾക്ക് പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും. വിഷയം അതല്ല. അവർക്ക് സംബന്ധിച്ചിടത്തോളം ശുദ്ധമായ പ്രകൃതിയാണ്. ആ ശുദ്ധമായ പ്രകൃതിയിൽ നിന്ന് അവരെ ജൂതനോ ക്രിസ്ത്യാനിയോ മജൂസിയോ എന്തോ ആക്കി മാറ്റുന്നത് അവൻ്റെ ചുറ്റുപാടുകളാണ്, അവൻ്റെ മാതാപിതാക്കളാണ്, അവനുമായി ഇടപഴകുന്ന മറ്റുള്ള ആളുകളുമാണ്. അതുകൊണ്ട് അവർക്ക് നല്ല സംസ്കാരമുള്ള ഒരു ചുറ്റുപാടുണ്ടാക്കണം. ഒരുപക്ഷെ നമ്മുടെ വീടിൻ്റെ ചുറ്റുപാട് ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിലുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസകരമായ അവസ്ഥയിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകളിൽ പ്രതീക്ഷിക്കാത്ത സംസ്കാരത്തിൻ്റെ ഉടമകളാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ. ലഹരിയും അതുപോലെ തന്നെ വല്ലാത്ത താണ്ഡവമാടിക്കൊണ്ടിരിക്കുന്ന മയക്കുമരുന്നുകളൊക്കെ ഏറെയുണ്ട്. ഇതിനിടയിൽ നമ്മുടെ മക്കളെ നമ്മൾ സംസ്കൃതരായി വളർത്താൻ നല്ല പരിശീലനവും നല്ല കാര്യവും നേടണം. വേണ്ടി വന്നാൽ
നമ്മുടെ വീട് വിട്ട് മാറി താമസിക്കണമെങ്കിൽ അതും ആലോചിക്കണം. എത്രയോ ആൾ. അപ്പോൾ ഇവിടെ ഞാൻ വന്നതിന് ശേഷം തന്നെ ചില ആളുകൾ മെസ്സേജ് വിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നവരെ മക്കളുടെ അവസ്ഥ. ഉമ്മി ഉപ്പി നല്ല പടച്ചവനെ പേടിയുള്ള ആൾക്കാരാണ്, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഭാഗവാക്കാക്കുന്ന. പക്ഷേ ചുറ്റുപാടുകളുടെയും സാഹചര്യങ്ങളും അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ ആ ഒരു ബോധ്യതയോടെ അറിഞ്ഞു വളർത്തണം എന്നാണ് ഞാൻ ഈ പറഞ്ഞത്. എങ്ങനെയോ ജനിച്ചു, എങ്ങനെയോ വളർന്ന് അങ്ങനെ പോകുന്നു എന്ന് നമ്മുടെ തൊടികയിലുള്ള ഈ വേസ്റ്റ് പുല്ലുകൾ പൊന്തുന്നത് പോലെയല്ല നമ്മുടെ മക്കൾ പൊന്തേണ്ടത്. അങ്ങനെയല്ല അവർ വളരേണ്ടത്. അവർക്ക് കൃത്യമായ സംസ്കാരം വേണം, അവർക്ക് അദബ് വേണം, അവർക്ക് ആഗ്രഹിക്കുന്നത് നമ്മിൽ നിന്ന് നമ്മൾ കൊടുക്കണം. ഒരു വൃക്ഷത്തെ നമ്മൾ നട്ടാൽ ആ വൃക്ഷം സൂര്യപ്രകാശം എവിടേക്ക് കിട്ടുമോ അവിടേക്ക് അത് ചാഞ്ഞു പോകും. കാനലുള്ള മറ്റു മരങ്ങളുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറിപ്പോകും. ഇതുപോലെ മക്കൾക്ക് സ്നേഹം ലഭിക്കണം. മക്കൾക്കുള്ള സ്നേഹം ലഭിക്കണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താ? പൂർണ്ണമായും അവരിഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിക്കുക എന്നല്ല. അവർക്ക് അവരുടേതായ ഇഖ്തിയാറിന് അവരുടേതായ സ്വാതന്ത്ര്യം കൊടുക്കുക. ആവശ്യമെങ്കിൽ ആ ചുക്കാൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം, ആ ഒരു നിയന്ത്രണം നമ്മുടെ കയ്യിൽ വേണം. അഥവാ നമ്മൾ നമ്മുടെ മക്കളെ അറിയുന്നതിനേക്കാൾ കൂടുതൽ അറിയേണ്ടത് നമ്മുടെ മക്കളുടെ കൂട്ടുകാരെ സംബന്ധിച്ചാണ്. നമ്മുടെ മക്കളേക്കാൾ ബോധപൂർവമാണ് ഞാൻ ഈ പറയുന്നത്. എൻ്റെ മക്കളേക്കാൾ ഞാൻ ശ്രദ്ധിക്കേണ്ടത്, നിരീക്ഷിക്കേണ്ടത് എൻ്റെ മക്കളുടെ കൂടെ നടക്കുന്നവർ ആരാണോ അവരെയാണ്. നമ്മൾ അറിയില്ല ഇവർ വേട്ടയാടപ്പെടുന്നത്. അപ്പോൾ ആ സ്നേഹം അങ്ങോട്ട് കൊടുക്കുമ്പോൾ സ്നേഹം നമുക്ക് ഇങ്ങോട്ടും കിട്ടും. മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ കമാ റബ്ബയാനി സ്വഗീറ, സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിലേക്ക് വല്ലാതെ പോകാത്തത്. എന്നെ ചെറുപ്പത്തിൽ അവർ പരിപാലിച്ചതുപോലെ നീ അവർക്ക് കരുണ ചൊരിയണേന്ന്. ചെറുപ്പത്തിൽ അവർക്ക് വേണ്ട പരിചരണത്തിൽ കുറവ് വന്നാൽ പൂർണ്ണമായ കാരുണ്യത്തിന് ഈ ഉമ്മാക്കും ഉപ്പാക്കും വകയില്ല. ഖുർആൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ. ചെറുപ്പത്തിൽ എന്നെ എങ്ങനെയാണോ അവർ പരിപാലിച്ചത് അങ്ങനെ നീ അവർക്ക് കരുണ ചൊരിയണേ എന്നാണ് മക്കളുടെ പ്രാർത്ഥന. നബി ഖുതുബ നിർവഹിക്കുക. ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമാ പള്ളിയിലേക്ക് കയറി വരിക. അന്നത്തെ പള്ളിൻ്റെ വലിപ്പം ആകെ ഈ ഹാളിൻ്റെ വലിപ്പം ഉണ്ടാവുള്ളൂ. ഈത്തപ്പന പോലെ ഉണ്ട്. വീതിയിലാണ്, നീളത്തിലല്ല, വീതിയിൽ. ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമാ കയറി വരുന്നപ്പോൾ ആളുകളുടെ ഈ കഴുത്തുകൾക്ക് മീതെ കാലുകൾക്ക് മീതെ കാല് വെച്ച് തട്ടി വീഴുന്നുണ്ട്. ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സംസാരം നിർത്തിയിട്ട് ആ മക്കളെ രണ്ടുപേരെയും രണ്ട് കയ്യിലും എടുത്തിട്ടാണ് ഖുതുബ നിർവഹിച്ചത്. നമ്മുടെ പള്ളിയിലൊക്കെ ഒരു മൗലവി അങ്ങനെ നിർവഹിച്ചാൽ അത് നിർവഹിക്കണ ഓർമ്മയുണ്ടോ? എന്നിട്ട് നബി പറയാം, ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന എന്ന ആയത്ത് അവർക്ക് ഓതി കൊടുക്കുകയാണ്. നബി ഈ ലോകം വിട്ടുപോകുന്ന സമയം എല്ലാവർക്കും ഉപദേശങ്ങൾ നൽകി, ഭാര്യമാർക്ക് ഉപദേശം നൽകി, എല്ലാ കാര്യങ്ങൾക്കും ഉപദേശം നൽകി. ഒരു എഴുത്തുമായി ബന്ധപ്പെട്ട ചെറിയൊരു തർക്കമൊക്കെ സ്വഹാബിമാർക്കിടയിൽ ഉണ്ടായി. ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമയെ അന്വേഷിച്ചു റളിയല്ലാഹു അൻഹ. ഫാത്തിമ വലിയ പ്രായമെത്തിയിട്ടും കല്യാണം കഴിച്ചിട്ടും ഫാത്തിമയെ കണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേൽക്കും. എന്തിനാ എഴുന്നേൽക്കുന്നത് അറിയോ? അവരുടെ മൂർധാവിൽ ഉമ്മ വെക്കാൻ. മൂർധാവിൽ ഉമ്മ വെക്കാൻ. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ നടത്തവും സംസാരവും റസൂലുള്ളയാണോ എന്ന് തോന്നിപ്പോകും. എന്നിട്ട് നബി അവരുടെ ഈ മൂർധാവിൽ ഉമ്മ വെക്കും. അങ്ങനെ ബഹുമാനിച്ചു. ഒരു ഹദീസിൽ കാണാം, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ആദരിക്കുക എന്ന്. പക്ഷേ ഹദീസ് ദഈഫാണ്, അതുകൊണ്ട് ഞാനിവിടെ പറയുന്നില്ല. ആശയം സ്ഥിരപ്പെട്ടതാണ്. ഹദീസിൻ്റെ സനദ് ഉസൂൽ ഹദീസ് അനുസരിച്ചിട്ട് ഹദീസ് സ്ഥിരപ്പെട്ടിട്ടില്ല. നമ്മളവരെ ആദരിച്ചാൽ ആ ആദരവ് ഇങ്ങോട്ട് തിരിച്ചു കിട്ടും. കുഞ്ഞു മക്കളോട് നീ എന്നാണ് നമ്മൾ അഭിസംബോധനം ചെയ്യുന്നതെങ്കിൽ ആ മക്കളും നമ്മെ അഭിസംബോധന ചെയ്യുക നീ എന്ന് തന്നെയായിരിക്കും.
അവർക്ക് ബുലൂഗ് എത്തുന്നത് വരെ, വിവേകം എത്തുന്നത് വരെ മക്കളെ നമ്മൾ വിളിക്കേണ്ടത് നിങ്ങൾ എന്ന് തന്നെ വിളിക്കണം. എങ്കിലേ മക്കൾ നമ്മളെ നിങ്ങളെന്ന് വിളിക്കും. ഇതുപോലെ നബി അവർക്ക് സ്നേഹം കൊടുത്തു. ആ സ്നേഹം കൊടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ആ ഉമ്മ വെക്കാതെ തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതെപ്പോഴാ ഓർമ്മയുണ്ടോ? സ്വർണത്തിൻ്റെ വള ഫാത്തിമയുടെ കയ്യിൽ കണ്ടപ്പോൾ അന്ന് നബി മോളെ വിളിച്ച് ചേർത്ത് പിടിക്കുകയോ ചുംബിക്കുകയോ ചെയ്തില്ല. വിവർണ മുഖത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് പോയി. പിന്നാലെ പോയി ഫാത്തിമ റളിയല്ലാഹു അൻഹ. എന്നും തന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ഉപ്പ എന്താണ് ഉപ്പയെ അസ്വസ്ഥമാക്കിയത്? ഇത് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, മുഹമ്മദിൻ്റെ മകളുടെ കയ്യിൽ തീ കൊണ്ടുള്ള വളയമുണ്ടാകുന്നതിനെ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നാണ്. ഉടനെ അവർ അത് വിറ്റു, അതിനൊരു അടിമയെ മോചിപ്പിച്ചു. ഇവിടെ ഉപ്പ എന്തെങ്കിലും ഉപദേശിക്കേണ്ടി വന്നോ? ശാസിക്കേണ്ടി വന്നോ? എന്താണോ തൻ്റെ ഉപ്പാക്ക് തന്നോട് അപ്രിയം തോന്നിയത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് ആ അപ്രിയം തോന്നിയതിൽ നിന്ന് വിട്ടു നിൽക്കാൻ അവർ തയ്യാറായി. അവർ പറഞ്ഞു, ഇത് ഹസൻ്റെ ഉപ്പ വാങ്ങിത്തന്നതാണെന്ന് പറഞ്ഞു. ഭർത്താവ് വാങ്ങിക്കൊടുത്തതാണ്. പക്ഷേ നബിയുടെ തൃപ്തിക്ക് വേണ്ടി അത് വിറ്റു. എന്തേ? ഒരു പെൺകുട്ടിക്ക് സ്വർണം ധരിക്കാൻ അനുവാദമല്ലേ? ഹക്കുകൾ വീട്ടിയാൽ അതിന് അനുവാദമുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് പ്രവാചകൻ അത് പറഞ്ഞത്? മുഹമ്മദ് നബിന്റെ കുടുംബം ലോകർക്ക് മാതൃകയാവേണ്ടവരാണ്. അവർ ലളിതമായി ജീവിക്കണം, ആർഭാടത്തിൽ ജീവിക്കാൻ പാടില്ല. ആഭരണം ഒരു അത്യാവശ്യമല്ല. ഇവിടെ ആ ഉപ്പാക്ക് മകളെ ശാസിക്കേണ്ടി വന്നില്ല, അടിക്കേണ്ടി വന്നില്ല, കുടുംബ കലഹമുണ്ടാവേണ്ടി വന്നില്ല. പകരം ഉപ്പയുടെ നീരസം കണ്ടപ്പോൾ തന്നെ അവർ അതിൽ നിന്നും മാറി. ഇത് നമ്മുടെ സ്നേഹം കൊണ്ട് നമുക്ക് കഴിയണം. നമ്മുടെയൊക്കെ വിചാരം മക്കൾക്ക് സ്നേഹം കൊടുത്താൽ മക്കൾ നമ്മളെ മീതെ കയറിപ്പോകുമെന്നൊരു തോന്നലാണ്. കൊടുക്കേണ്ട വിധം കൊടുത്താൽ ഒരിക്കലും മക്കൾ മീതെ പോവില്ല. നമുക്ക് അനിഷ്ടകരമായതൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് ആ റസൂല് നമ്മളോട് യാത്ര പറയുന്ന ദിവസം, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് വരട്ടെ, ഫാത്തിമയെ വിളിച്ചു റളിയല്ലാഹു അൻഹ. ഫാത്തിമയോട് രണ്ട് സ്വകാര്യം പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ആദ്യത്തേത് കരഞ്ഞു, രണ്ടാമത്തേത് ചിരിച്ചു. വിവരങ്ങൾ അറിയുന്നത് കൊണ്ട് അതിലേക്ക് പോകുന്നില്ല. എന്നിട്ട് നബി ചോദിച്ചു, എവിടെ ഹസനും ഹുസൈനും? അവർ രണ്ടുപേരെയും നബിയുടെ അടുക്കലേക്ക് കൊണ്ടുവന്നു. റസൂലുള്ളാഹിന്റെ കൈ പൊന്തണില്ല, പ്രവാചകന്റെ കൈ പൊന്തണില്ല. അപ്പോൾ നബിയുടെ രണ്ട് ഭാഗത്തുമായി ഹസനെയും ഹുസൈനെയും ചേർത്ത് കിടത്തി ഉമ്മ. അവിടെ വെച്ച് റസൂലുള്ളാഹി പറഞ്ഞൊരു വാക്കുണ്ട്, അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബുകുമാ അല്ലാഹുമ്മ അഹിബ്ബഹുമാ. അല്ലാഹുവേ, ഞാൻ ഇവ രണ്ടുപേരെയും ഇഷ്ടപ്പെട്ടിരിക്കുന്നു, നീയും ഇവരെ ഇഷ്ടപ്പെടണേ എന്ന് പറഞ്ഞ് നബിയുടെ അടുക്കലേക്ക് ആ കുഞ്ഞുങ്ങളുടെ കവളി ചേർത്ത് കൊടുത്ത് ചുംബനം നൽകിയിട്ടാണ് ഈ ലോകത്തോട് അള്ളാഹുവിൻ്റെ റസൂൽ യാത്ര പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കളെ ചേർത്ത് പിടിച്ചു, ഏത് പ്രായത്തിലും അവർക്ക് സ്നേഹം കൊടുത്തു. അതിലുപരിയായി സംസ്കാരം എന്താണ് എന്നും അവരെ ബോധ്യപ്പെടുത്തി. ലളിതമായി ജീവിക്കുന്ന കാര്യം, ലളിതമായി ജീവിക്കാൻ തൻ്റെ കുടുംബത്തിനെയും പരിശീലിപ്പിച്ചു. പറഞ്ഞു വരുന്നത്, നമ്മൾ അവരിലേക്ക് ഇറങ്ങി വരണം എന്നാണ്. നമ്മൾ മക്കളെ പരിചരിക്കുമ്പോൾ നാം കുട്ടികളെ പോലെയാവണം. നമ്മുടെ മക്കളെ നമ്മൾ എങ്ങനെയാണ് താലോലിക്കാറുള്ളത്? മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ കൊഞ്ചിക്കാറുള്ളത് ചോദിക്കും അല്ലേ? കൊഞ്ചിക്കുക എന്ന് പറയാൻ അറിയാത്തവരുണ്ടോ? താലോലിക്കാറ്. നമ്മുടെ സാഹിത്യ ഭാഷയിലാണോ മക്കളോട് സംസാരിക്കുക? അല്ലല്ലോ. മക്കളുടെ ശൈലിയിലല്ലേ നമ്മൾ പറയാ, ഉമ്മാൻ്റെ കുറ്റി എവിടെ എന്നൊക്കെയല്ലേ ചോദിക്കുക. എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താ? നമ്മൾ മക്കളിലേക്ക് ഇറങ്ങി വരണം, നമ്മൾ മക്കളാവണം. ഒട്ടകമായി നബി കമിഴ്ന്ന് കിടക്കുമ്പോൾ ആ പാഠമാണ് നമുക്ക് നൽകുന്നത്. ദീർഘിപ്പിച്ചു പോകുന്നില്ല, നമ്മൾ അവരെ ഒട്ടകമായി മാറണം. പിന്നെ മക്കളെ നമ്മൾ വല്ലാതെ ഉപദേശിക്കരുത്. നല്ല കേട്ടോ.
ഉപദേശത്തിൻ്റെ മാതൃകകളുണ്ട്. കൂടുതലായി ഉപദേശിക്കരുത്. ഉപദേശം കുറക്കുക, മാതൃക കൂട്ടുക എന്നതാണ് നിലപാട്. നിങ്ങളൊന്നും മോനെ വിളിച്ചിട്ട് മോനെ ഇങ്ങനെ ചെയ്യണം കേട്ടോ, ഇങ്ങനെ ചെയ്യരുത് കേട്ടോ, പിറ്റേന്നും വിളിച്ചു, പിന്നെയും വിളിച്ചു, ഉപദേശം കൊടുത്തു നോക്കും. ഓൻ നമ്മളെ കാണുമ്പോൾ ഇനിയിപ്പോൾ ഇപ്പം വിട്ടോ പറയാനോ, ഇപ്പം പറയണപ്പോൾ എന്തായിക്കുന്നുണ്ടോ, ഓൻ എന്നെ കണക്കൂട്ടു. നിങ്ങളോടൊരാളങ്ങനെ കൂടുതൽ ഉപദേശിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അപ്പം കൂടുതൽ ഉപദേശിക്കുക, ഇടയ്ക്കൊക്കെ ഒന്ന് ഉപദേശിക്കണം. ആ ഉപദേശം എങ്ങനെ? കുറ്റപ്പെടുത്തിക്കൊണ്ടാവരുത്. പ്രത്യേകിച്ച് നമ്മുടെ സദസ്സാണല്ലോ അത്. മുസ്ലിങ്ങളിൽ പ്രത്യേകിച്ചും കുറ്റപ്പെടുത്താതെ സംസാരിക്കുന്നവർ വളരെ വിരളാണ്. നെഗറ്റീവ് എടുത്തിട്ടാണ് പറയുക, പോസിറ്റീവ് എടുത്തിട്ടാണ് പറയേണ്ടത്. ആക്ഷേപിക്കാതെ, കുറ്റപ്പെടുത്താതെ, ഇങ്ങനെയല്ലേ നല്ലത്, ഇതല്ലേ ഒന്നും കൂടി നന്നാവുക എന്ന് ചോദിച്ചു നോക്കൂ. മക്കൾ ഒരിക്കലും അല്ല എന്ന് പറയില്ല. അത് അവരോടുള്ള ഇടപഴകുന്നതിൻ്റെ രൂപമാണ്. അതേപോലെ തന്നെ നമ്മൾ അവരെ ഒരിക്കലും മറ്റൊരാളുമായി കമ്പയർ ചെയ്യാൻ പാടില്ല. ഇതില്ലാത്തവർ ഒരുപക്ഷെ ഒറ്റ കുട്ടി ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല, ഞാൻ ഉൾപ്പെടെ. നമ്മളെപ്പോഴും എൻ്റെ കുട്ടീനെ നോക്കണത് അവൻ്റെ കൂടെയുള്ള കൂട്ടുകാരോ അല്ലെങ്കിൽ അയൽവാസിയിലോ അവൻ്റെ ക്ലാസ്സിലുള്ള കുട്ടിയോ അല്ലെങ്കിൽ അവൻ്റെ പ്രായത്തിലുള്ള കുട്ടിയെയോ നോക്കിയിട്ട് ആ കുട്ടീനെ കണ്ടിച്ച് അതെന്താ എനിക്ക് അതേപോലെ ആയിക്കൂടെ എന്ന് നമ്മൾ ചോദിക്കും. ഒരിക്കലും അവന് അതേപോലെ ആവാൻ പറ്റൂല. നമുക്ക് നമ്മുടെ കുട്ടിക്ക് നമ്മുടെ കുട്ടിയാവാൻ പറ്റും. ഞാൻ പറഞ്ഞത് ഈ തെളിനീര് അവർക്ക് ലഭിക്കണം. അത് എവിടുന്നാണ് കിട്ടേണ്ടത്? ഈ മുരട്ടിൽ നിന്നാണ്. നമ്മൾ ചെടി നനയ്ക്കാൻ വേണ്ടിയിട്ട് ചെടിയുടെ മീതെ, ഇലക്ക് മീതെ വെള്ളം തെളിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. അതിൻ്റെ മുരട്ടിലാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് മുരട്ടിൽ നിന്ന് കിട്ടേണ്ട വളമ, മുരട്ടിൽ നിന്ന് കിട്ടേണ്ട നനവ്, ആ തെളിനീരുകൾ മുരട്ടിൽ നിന്ന് തന്നെ കിട്ടണം. ആ തെളിനീര് ഉമ്മയും ഉപ്പയും അങ്ങനെ കൊടുക്കണം. അത് കൊടുത്തില്ലെങ്കിൽ കിട്ടുമെന്ന് കാപട്യമായ സ്നേഹം കിട്ടുന്നിടത്തേക്ക് അവർ ചാഞ്ഞു പോയേക്കും. കാരണം അവർക്ക് നമ്മെപ്പോലെ പക്വതയും പാകതയും ഉണ്ടായിട്ടുണ്ടാവില്ല. പിന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവരെ നീതി പാലിക്കണം. മക്കൾക്ക് നീതി പാലിക്കുക. നീതി പാലിക്കാന്നാൽ എല്ലാ കാര്യത്തിലും സ്നേഹം കൊടുക്കുന്നിടത്തും സമ്പത്ത് ചെലവഴിക്കുന്നിടത്തും പരിഗണിക്കുന്നിടത്തും ഏത് കാര്യത്തിലും അവർക്ക് നമ്മൾ തുല്യമായ പരിഗണന കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിൻ്റെ ഉപ്പയായ ബഷീർ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു, ബഷീർ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുവിന് മറ്റൊരു ഭാര്യയിലുള്ള ഈ ഭാര്യയിലുള്ള മകനാണ് നുഅ്മാൻ ഇബ്നു ബഷീർ. മറ്റു ഭാര്യമാരിൽ അദ്ദേഹത്തിന് വേറെയും മക്കളുണ്ട്. അപ്പോൾ ഈ ബഷീർ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഒരു വേലക്കാരനെ അവന് ദാനമായി കൊടുത്തു. അപ്പൊ ഈ കുട്ടിൻ്റെ ഉമ്മ, നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ബഷീർ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു ഭർത്താവിനോട് പറഞ്ഞു, ഇത് അള്ളാഹുവിന്റെ റസൂൽ സമ്മതിച്ചെങ്കിലേ ഞാനും സമ്മതിക്കുള്ളൂ. അങ്ങനെ നബിയുടെ അടുക്കൽ വന്നിട്ട്, നബിയെ, എൻ്റെ ഈ മോന് ഞാൻ ഒരു അടിമയെ, ഒരു ഗുലാമിനെ കൊടുത്തിരിക്കുന്നു, അങ്ങ് അതിന് സാക്ഷി നിൽക്കണമെന്നാണ് ഇവൻ്റെ ഉമ്മയായ അംറ ബിൻത്ത് റവാഹ പറയുന്നത്. അപ്പം നബി ചോദിച്ചു, നിന്റെ മറ്റു മക്കൾക്കൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടോ? ഇല്ല, കൊടുത്തിട്ടില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ എന്നെ അതിന് സാക്ഷിയാക്കാതിരിക്കുക, ഞാനതിന് സാക്ഷിയാവില്ല. മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണുന്നത് ഇത്തഖുല്ലാഹ വഅ്ദിലൂ ബൈന ഔലാദിക്കും എന്നാണ്. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങളുടെ മക്കൾക്കിടയിൽ നീതി പാലിക്കുകയും ചെയ്യുക. ചില ആൾക്കാർക്ക് ആൺകുട്ടികളോട് പ്രത്യേക സ്നേഹം, മറ്റു ചില ആളുകൾക്ക് പെൺകുട്ടികളോട് പ്രത്യേക സ്നേഹം, അല്ലെങ്കിൽ കുറച്ചൊക്കെ സാമ്പത്തിക ശേഷിയും പ്രാപ്തിയൊക്കെ ഉള്ള ആളാണെങ്കിൽ അവരോടൊരു പ്രത്യേക സ്നേഹം. ഇങ്ങനെ ആളുകൾക്കിടയിൽ വിവേചനം നമ്മൾ കാണിക്കാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ കുറച്ച് വർഷങ്ങളായിട്ടുള്ള ഒരു ദുഷിച്ച സ്വഭാവമുണ്ട്. അതെന്താ വെച്ചാൽ, ജീവിച്ചിരിക്കുന്ന കാലത്ത് സ്വത്ത് ഓഹരി മക്കൾക്ക് ആദ്യമേ നിശ്ചയിക്കും. ആരാ നിശ്ചയിക്കുന്നത്? ഈ ഉപ്പ. നിശ്ചയിക്കാൻ പാടുണ്ടോ?
പറ്റുമോ? മൂപ്പര മുതലല്ലേ, പറ്റൂല. എപ്പോഴാണ് അനന്തരാവകാശം കിട്ടുക? അയാൾ മരിച്ചു കഴിഞ്ഞാൽ ആ സ്വത്തിൻ്റെ ഉടമ മരണപ്പെട്ടെങ്കിലേ അനന്തരാവകാശം ചെയ്യാൻ പാടുള്ളൂ. അതിൻ്റെ മുമ്പ് ഒരു മകനും മാത്രമേ എഴുതി വെക്കൂ. വേറെ ചില ആളുകൾ എന്ത് ചെയ്യും? ഓരോ ഓഹരിയും ഇന്ന ഭാഗം എന്ന് വിൽപ്പത്രം എഴുതി വെക്കും. ഈ സ്വത്തിന് ഇവൻ അവകാശമുണ്ടാകുമെന്ന് എങ്ങനെ ഇയാൾക്കറിയാം? ഇവന്റെ അവസാനം എങ്ങനെയാണ് എന്ന് ആർക്കെങ്കിലും അറിയോ? പലപ്പോഴും നമ്മുടെ അടുക്കലൊക്കെ ആളുകളൊക്കെ പരാതിയുമായി വരാറുണ്ട്. എന്താ, ഇങ്ങനെ ഏതെങ്കിലും മക്കളെ പേരിൽ കൊടുത്തിട്ട് പിന്നെ അവൻ സ്വത്തൊക്കെ അവൻ്റെ പേരിൽ കിട്ടിയാൽ പിന്നെ ഓനെ പരിഗണിക്കൂല, പിന്നെ അവർ ഒറ്റപ്പെടുത്തപ്പെടും. ഇത് അള്ളാഹിന്റെ ദീനിനെ കൊണ്ട് നമ്മൾ കളിച്ചോളും കൊണ്ടാണ്. ഖുർആൻ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ അനന്തര മുതലിനെ കൂട്ടിക്കലർത്തി വൽഫജറിൽ പറഞ്ഞിട്ടില്ലേ, ഹക്കും ബാത്തിലും ഇല്ലാതെ ചെലവഴിക്കുന്ന ആളുകൾ. അങ്ങനെ പാടില്ല എന്നർത്ഥം. മക്കൾക്കിടയിൽ അങ്ങനെ വിവേചനം കാട്ടാൻ പാടില്ല. സ്വാഭാവികമായും ഒരു സംശയം, 4 മക്കളുണ്ട്, 3 മക്കൾക്കും അവരെ മഹീഷത്തിനുള്ള എല്ലാ സംഗതികളും ഉണ്ട്. ഒരു കുട്ടി ദാരിദ്രനാണ്, അവന് പ്രയാസമുണ്ട്, അവനെ സഹായിച്ചെങ്കിലേ അവൻ രക്ഷപ്പെടൂ എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ പോലും ഈ ഉപ്പ മറ്റു അവകാശികളെ വിളിച്ചിട്ട്, മക്കളെ ഞാൻ ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇന്ന കാരണം കൊണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തി വേണം ഇത് ചെയ്യാൻ. ഇതാണ് ഇസ്ലാം നമ്മൾ നൽകുന്ന പാഠം. എൻ്റെ സ്വത്താണ്, എൻ്റെ മുതലാണ്, എൻ്റെ മക്കളാണ്, ഞാനാണ് തീരുമാനിക്കുന്നത് എന്ന് ചിന്തിക്കാനുള്ള അവകാശം നമുക്കില്ല. കാരണം സ്വത്ത് അനന്തരമെടുക്കുന്നത് അവർ മരണപ്പെട്ടാൽ മാത്രമാണെന്ന് ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളൊരു പക്ഷേ നിങ്ങളുടെ കുടുംബത്തിലോ അയൽവാസിയിലോ ഇങ്ങനത്തെ അനുഭവങ്ങൾ ഏറെ കണ്ടു എന്ന് വരാം. പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിൽ ആളുകളോട് വ്യത്യാസം കാണിക്കാൻ പാടില്ല. വ്യത്യാസം കാട്ടാതിരുന്നാൽ പോരാ, വ്യത്യാസം കാട്ടുന്നില്ല എന്ന് അവർക്കും ബോധ്യപ്പെടേണ്ടതുണ്ട്. ചില മക്കളെ കൂടെ ഇപ്പം എന്നും നോക്കുന്ന മക്കളുണ്ടോ, അവരെത്ര നോക്കിയാലും അത് മതിയാവില്ല. നോക്കാത്ത അകലത്തിലുള്ള മക്കള് എപ്പോഴെങ്കിലും വരുമ്പോൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുത്താൽ പിന്നെ അത് കേൾക്കാത്ത സ്ഥലം ഇവിടെ ഉണ്ടാവില്ല. എൻ്റെ കുട്ടിയെ ഓൻ വാങ്ങിത്തന്നത് അത് എന്ന്. ബാക്കിയുള്ള കാലങ്ങളൊക്കെ ചെയ്തതാരായിരിക്കും? ആ നോക്കുന്ന മക്കളായിരിക്കും. പക്ഷേ അതൊന്നും കേൾക്കില്ല. അങ്ങനെയാവരുത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നീതി പാലിക്കണം. ഇനി ഇവൻ നോക്കുന്നുണ്ട്, അതിന് പ്രതിഫലം അവന് കിട്ടും. അതിനവന് സാമ്പത്തിക ശേഷിയില്ലെങ്കിൽ നമ്മുടെ സമ്പത്തിൽ നിന്നും അവനെടുക്കാം, നമ്മുടെ സമ്പത്തിൽ നിന്ന് അവന് കൊടുക്കാം, അവന് സാമ്പത്തിക ശേഷിയില്ലെങ്കിൽ. പക്ഷേ അവൻ്റെ ഓഹരിയായി കൊടുക്കാൻ പാടില്ല. ഇതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മുടെ കടബാധ്യതയും മറ്റും കഴിച്ചതിന് ശേഷമാണ് സ്വത്ത് ഓഹരി വെക്കേണ്ടത് എന്ന പാഠം നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ മക്കളെ നമ്മൾ കൊച്ചായി കണ്ട് ഓരൊക്കെ ഇപ്പോൾ എന്ന് വിചാരിക്കരുത് എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്ന് വെച്ചാൽ അവരെ ചേർത്ത് പിടിക്കുക, സ്നേഹം കൊടുക്കുക. ആ സ്നേഹം നമ്മിൽ നിന്ന് കിട്ടുമ്പോഴാണ് ആ ഫലവൃക്ഷങ്ങളുടെ അല്ലെങ്കിൽ ആ സസ്യങ്ങളുടെ നമ്മുടെ പാരമ്പര്യം നിലനിർത്തുന്ന നമ്മുടെ ശിഖരങ്ങളായി വരുന്ന നമ്മുടെ മക്കൾക്ക് ഊർജം ലഭിക്കുകയുള്ളൂ എന്ന്. വിവാഹപ്രായമെത്തിയാൽ വിവാഹം കഴിച്ചു കൊടുക്കേണ്ടത് കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ബാധ്യതയാണ്. അൻകിഹുൽ അയാമാമിൻകും എന്നാണ് ഖുർആൻ പറഞ്ഞത്. അൻകിഹു എന്ന് പറഞ്ഞാൽ എന്താ? വിവാഹം കഴിപ്പിക്കുക വിവാഹം കഴിക്കുക എന്നല്ല. അപ്പം അതെന്തുകൊണ്ടാണ്? വിവാഹം കഴിപ്പിച്ചു കൊടുക്കേണ്ടത് ആരാണ്? സമൂഹമാണ്, അല്ലെങ്കിൽ കുടുംബമാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾക്ക് വിവാഹപ്രായമെത്തിയിട്ട് ആ മകനെ വിവാഹം കഴിച്ചു കൊടുക്കാതെ അവൻ വല്ല ഫാഹിഷത്തിലേക്കും ചെന്നാൽ, വല്ല വേണ്ടാവൃത്തിയും ചെയ്താൽ ആ ശിക്ഷയുടെ ഒരു ഓഹരി ആ ശിക്ഷയിൽ നിന്ന് ആ പിതാവിനും ലഭിക്കുമെന്ന് നബിയിൽ നിന്നുള്ള ഉദ്ധരണിയായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഖത്താദ റളിയല്ലാഹു അൻഹു പ്രവാചകനിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ
ആ രൂപത്തിൽ അവർക്ക് അവരുടെ താല്പര്യങ്ങളും അവരുടെ പ്രായവും പക്വതയും മനസ്സിലാക്കി നമ്മൾ അവരെ പരിചരിക്കണം. നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ മകന് വേണ്ടി മറ്റൊരു മകളെ നമ്മൾ കൊണ്ടുവരുമ്പോൾ, നമ്മുടെ മകന് വേണ്ടി മറ്റൊരു മകളെ നമ്മൾ കൊണ്ടുവരുമ്പോൾ ആ കൊണ്ടുവരുന്ന മക്കൾക്ക് നമ്മൾ പ്രത്യേകമായ പരിചരണം കൊടുക്കേണ്ടതുണ്ട്. പലരും മക്കളെയും വരുന്ന മക്കളെയും നമുക്ക് ജന്മം ലഭിച്ച ജനിച്ചു വന്ന നമ്മുടെ മക്കളും വന്ന മക്കളും, ഞാൻ മരുമക്കൾ എന്ന് ബോധപൂർവം പറയാതിരിക്കുകയാണ്, വന്ന മക്കളെയും രണ്ടായി കാണുന്നവരുണ്ട്. അവരുടെ താല്പര്യങ്ങളെ തിരിച്ചറിയാത്തവരുണ്ട്. അവരുടെ ആഗ്രഹങ്ങളും മറ്റും മനസ്സിലാക്കാൻ കഴിയാത്തവരുമുണ്ട്. അങ്ങനെയല്ല വേണ്ടത്. പകരം മക്കളോടുള്ളതിനേക്കാൾ കൂടുതൽ ചേർത്ത് പിടിക്കൽ ആർക്ക് ആവശ്യമുണ്ടാകും? ഈ വന്നു കയറിയ മകൾക്ക് വേണ്ടി വരും. കാരണം എന്താ? നമ്മൾ ഒരു ചെടി ഒരു ഭാഗത്ത് നിന്ന് പറിച്ച് മറ്റൊരു ഭാഗത്തേക്ക് നട്ടു കഴിഞ്ഞാൽ അത് വേര് പിടിക്കുന്നത് വരെ, സജീവമാകുന്നത് വരെ നല്ല ശ്രദ്ധ അതിനു വേണ്ടി വരും. മറ്റു ചെടികളേക്കാൾ ശ്രദ്ധ അതിനു വേണ്ടി വരും. ഈ 10-20 വർഷത്തോളം സ്നേഹം മാത്രം കിട്ടി ഉപ്പയുടെയും ഉമ്മയുടെയും കരളിൻ്റെ കഷ്ണമായി വളർന്നിരുന്ന ഒരു കുട്ടിയെ ഇതുവരെ പരിചയമില്ലാത്ത ഒരു കുടുംബത്തിലേക്ക് പറിച്ചു നടുകയാണ്. നമ്മളത് പ്രത്യേകം ഓർക്കണം. ഈ പുരുഷനെ സംബന്ധിച്ചിടത്തോളം, വിവാഹം കഴിക്കുന്ന ആണിനെ സംബന്ധിച്ചിടത്തോളം ആ ചുറ്റുപാടുകൾ മുഴുവനും, അവർ ജീവിക്കുന്ന ചുറ്റുപാട് മുഴുവനും അവർക്ക് പരിചിതമുള്ളവരാണ്. ഞാൻ നമ്മുടെ മലപ്പുറം ഭാഗത്തെ ടച്ച് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്, കണ്ണൂർ കാസർഗോഡ് ഭാഗത്തെയല്ല. ഇസ്ലാമിക താല്പര്യപ്രകാരം, ഇസ്ലാമിൻ്റെ താല്പര്യപ്രകാരം സ്ത്രീ ജീവിക്കേണ്ടത് പുരുഷന്റെ കൂടെയാണ്, ഇണ ജീവിക്കേണ്ടത് തുണയുടെ കൂടെയാണ്. എന്നാൽ അതിനും മറ്റേതിനൊക്കെ ചില ഗുണങ്ങളും ചില പോരായ്മകളൊക്കെ ഉണ്ടാവും. അത് മറ്റൊരു ചർച്ചയിലേക്ക് പോകേണ്ടതാണ്. പറഞ്ഞു വന്നത്, ഇങ്ങനെ ഈ പറിച്ചു നട്ട ഒരാൾ, പുരുഷന്റെ പ്രകൃതിയും സ്ത്രീയുടെ പ്രകൃതിയും രണ്ടാണ്. ഒരു സ്ത്രീയുടെ പ്രകൃതി തൻ്റെ ചുറ്റുപാടിനോട് സഹകരിച്ച് അതിനോട് സമരസപ്പെട്ടു പോകാൻ ഒരു പെണ്ണിന് സാധിക്കുന്നത് പോലെ ഒരാണിന് സാധിക്കില്ല. അപ്പൊ ഈ പെണ്ണിനെ, ഈ ഉപ്പയുടെയും ഉമ്മയുടെയും അവരുടെ കണ്ണ് നനയാതെ, അവരുടെ മനസ്സ് നോവാതെ, അവൾ വിതുമ്പാതെ തൻ്റെ ജീവിതം മുഴുവനും, തൻ്റെ താല്പര്യങ്ങൾ മുഴുവനും ആ മകളെ ചേർത്ത് പിടിച്ച് പിന്നെ ഇവന്റെ കൂടെ പറഞ്ഞയക്കുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിൻ്റെ നാമത്തിലാണ് ഇവൻ നമ്മിൽ നിന്ന് നമ്മുടെ കുട്ടിയെ ഏറ്റുവാങ്ങുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും കൊടുക്കുവോ? ഒരു പരിചയമില്ലാത്ത വീട്ടിലേക്ക്, ഒരു കുടുംബത്തിലേക്ക്, അവിടെ നമുക്കൊരു പ്രതീക്ഷയുള്ളത് അള്ളാഹിന്റെ നാമത്തിലാണ് എൻ്റെ കുട്ടിയെ അവൻ ഏറ്റെടുക്കുന്നത് എന്നാണ്. ആ അമാനത്ത് അവൻ പാലിക്കേണ്ടതുണ്ട്. ആ ഉത്തരവാദിത്വം അവൻ നിർവഹിക്കേണ്ടതുണ്ട്. അവനെ സംബന്ധിച്ച് ഈ വളർന്നു വരുന്ന പെൺകുട്ടി ഈ ആളുകളെ പരിചയമല്ല. അവിടുത്തെ ചുറ്റുപാടുകളും അവിടുത്തെ ശീലങ്ങളും അവിടുത്തെ സ്വഭാവങ്ങളും അവർക്കറിയില്ല. അതുകൊണ്ട് ആശങ്കകളോടെയാണ് ആദ്യകാലങ്ങളിൽ കഴിഞ്ഞു പോവുക. നമ്മുടെ ചില വിദ്യാഭ്യാസം ഇല്ലാത്ത കുടുംബം കൂടിയാണെങ്കിൽ ആ പെണ്ണ് അനുഭവിക്കുന്ന പ്രതിസന്ധി ചില്ലറയല്ല. ഇപ്പൊ നിങ്ങളൊക്കെ തന്നെ വർഷത്തിലോ 2 വർഷം കഴിഞ്ഞൊക്കെ വീട്ടിലെത്തിയാൽ എല്ലാവരും നല്ലന്ന് മിക്ക ഭാഗത്തും തൻ്റെ ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ കൂടെ ഒന്ന് യാത്ര ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാവും. നമുക്ക് അങ്ങനെ പോകല്ലേ, ഇവിടേക്കൊന്ന് പോകല്ലേ. അപ്പോൾ ചിലപ്പോൾ കുടുംബത്തിൽ നിന്നുള്ള പ്രതികരണം എന്തായിരിക്കും? ആകെ കുറച്ച് ദിവസമേ ഉള്ളൂ, ഇങ്ങനെ തെണ്ടി നടക്കാന്നായി. ഇവരുടെ താല്പര്യത്തെക്കുറിച്ചോ ചിന്തയെക്കുറിച്ചോ ആലോചിക്കുന്നില്ല. കല്യാണം കഴിഞ്ഞാൽ 7 ദിവസം ചുറ്റുപാടുകൾ, സാഹചര്യങ്ങൾ ശരിയാണെങ്കിൽ, സാഹചര്യമുണ്ടെങ്കിൽ 7 ദിവസം ആ പെൺകുട്ടിയെ, ആ ആൺകുട്ടിയെ മറ്റു കാര്യങ്ങളൊന്നും ഏൽപ്പിക്കരുതെന്ന് ഇസ്ലാമിക സംസ്കാരം പഠിപ്പിക്കുന്നു. അത് അവർക്ക് സല്ലപിക്കുവാനും പരസ്പരം അറിയുവാനും പരസ്പരം മനസ്സിലാക്കുവാനുമുള്ള സമയമാണ്. കന്യകയാണെങ്കിൽ 7 ദിവസവും, വിധവയാണെങ്കിൽ 3 ദിവസവും. ഇത് ആദ്യത്തെ ദിവസം തന്നെ എപ്പോഴാ അവൾ അടുക്കളയിലേക്ക് വരുന്നത് എന്നാണ് നോക്കുന്നത്.
അല്ലേ? നിങ്ങളിവിടെയൊക്കെ എപ്പോഴാണ് നേരം വിളിക്കല് എന്നൊരു ചോദ്യം കൂടി ആയാൽ അതാകെ തകർന്നില്ലേ? പേടിച്ചായിരിക്കും ഇങ്ങോട്ട് റൂമിലേക്ക് വരുന്നത്. എന്താണ് സ്ഥിതി എന്ന് അറിയില്ലല്ലോ, ആശങ്കയോടെയാണ് വരുന്നത്. അപ്പോഴായിരിക്കും ഈ ഇടിത്തീ പോലെ ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ കാണുന്നത്. നമ്മൾ മനസ്സിലാക്കണം, നാം മുഖേന ആരെങ്കിലും വേദനിച്ചാൽ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ അതിന് പകരം ചോദിക്കുക തന്നെ ചെയ്യും. അതിന് പ്രായവ്യത്യാസമല്ല, ആള് വ്യത്യാസമല്ല. പകരം എന്താണ്? നമ്മൾ ഒരാളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മാനസികമാവാം, ശാരീരികമാകാം, മറ്റേതെങ്കിലും നിലയിലാവാം, അള്ളാഹ് ഒന്നിനെയും വെറുതെ വിടില്ല. അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു തൻ്റെ അടിമയെ ചാട്ടവാറ് കൊണ്ട് തല്ലുകയാണ്. അതിലൂടെ റസൂലുള്ളാഹി വരുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഭൃത്യൻ നബിയെ എൻ്റെ യജമാനൻ ഇങ്ങനെ പ്രഹരിക്കുന്നു എന്ന് പറഞ്ഞു. നബി അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് വന്നു. അദ്ദേഹം ചാട്ടവാറടി നിർത്തി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഇവൻ നിന്റെ ഭൃത്യനാണല്ലേ? അതെ, ഇവൻ എൻ്റെ ഭൃത്യനാണ്. എന്തിനാ ഇവൻ എങ്ങനെ പ്രഹരിക്കുന്നത്? അപ്പോൾ അദ്ദേഹം ഇവൻ്റെ അനുസരണക്കേടുകൾ, ധിക്കാരങ്ങൾ അങ്ങോട്ട് ഒരു പട്ടികയാണ് നിരത്തി കൊടുത്തു. ഇതാണ്. നബി അല്പനേരം മൗനം ദീക്ഷിച്ചു. എന്നിട്ട് നബി പറഞ്ഞൊരു വാക്കുണ്ട്, പരിമിതമായൊരു അധികാരം നിന്റെ ഈ ഭൃത്യൻ്റെ മേൽ നിനക്കുണ്ട് എന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ നിനക്ക് ഇവന്റെ മീതെയുള്ള അധികാരത്തേക്കാൾ എത്രയോ അധികാരമുള്ള ഒരു യജമാനൻ നിന്റെ മീതെയുണ്ട് എന്ന് നീ മറക്കരുത്. ചാട്ടവാർ നിലത്ത് വീണു. നബിനോട് പറഞ്ഞു, നബിയെ എനിക്ക് പൊറുക്കലിനെ തേടുമോ? നബി പറഞ്ഞു, ഞാനല്ല പൊറുക്കലിനെ തേടേണ്ടത്. നീ ആരെയാണോ വേദനിപ്പിച്ചത് അവനാണ്. അപ്പോൾ ആ കുഞ്ഞിന്റെ ഭൃത്യന്റെ കണ്ട് ചുമല് പിടിച്ചിട്ട് അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, ഇന്ന് മുതൽ നീ സ്വതന്ത്രനാണ്, നിനക്ക് സ്വതന്ത്രമായി പോകാം, ഒരു പൈസയും എടുത്ത് തരണ്ട. പക്ഷേ ഞാൻ നിന്നെ വേദനിപ്പിച്ചത്, ഞാൻ നിന്നെ പ്രഹരിപ്പിച്ചത്, നിന്നെ വേദനിപ്പിച്ചതും പ്രയാസപ്പെടുത്തിയതും എനിക്ക് മാപ്പ് തരുമോ? എനിക്ക് വേണ്ടി റബ്ബിനോടൊന്ന് തേടുമോ എന്നാണ്. ഭൃത്യനാണ്. നമ്മളെ ചില ഉമ്മയും ബാപ്പയും വിചാരിക്കും മക്കളോട് നമുക്കൊക്കെ എന്തും ചെയ്യാന്നുള്ള അധികാരമുണ്ടെന്ന്. അനീതിപൂർവ്വം ഒരാളോടും ചെയ്യാൻ അധികാരമില്ല. അവരോട് അനീതി ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമ ചോദിക്കണം, അവരെ കാൽ പിടിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. മക്കളെ, നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടോ ഉമ്മ ഉപ്പ? നിങ്ങൾ ഉപ്പാനോട് ക്ഷമിക്കൂലേ? എനിക്ക് പുറത്തു തരാൻ നിങ്ങൾ പ്രാർത്ഥിക്കില്ലേ എന്ന് ചോദിക്കാൻ നമ്മൾ ഇവിടുന്ന് ലജ്ജിച്ചാൽ ലോകത്തെ മുഴുവൻ മഖ്ലൂക്കിൻ്റെയും മുമ്പിൽ വെച്ച് വിചാരണ ചെയ്യപ്പെടുന്ന ദിവസം നമ്മൾ ഒറ്റപ്പെടും എന്ന കാര്യം നമ്മൾ മറക്കരുത്. എൻ്റെ നാട്ടിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു മകന് സ്വത്ത് മുഴുവൻ എഴുതി വെച്ചു. അയാൾ രോഗിയായി, പിന്നീട് പല പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. ഈ സമയത്ത് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അതിന് മസ്ലഹത്താക്കാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തിനോട് ഒറ്റയ്ക്ക്, മക്കളെ കേൾക്കാതെ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾ ചെയ്തത് തെറ്റാണ്. അതുകൊണ്ട് മക്കളെ വിളിച്ചിട്ട്, മക്കളെ, നിങ്ങൾക്ക് വല്ല പ്രയാസം ഉണ്ടെങ്കിൽ ഇപ്പാൻ്റെ വിവരക്കേടുകൊണ്ടോ ആ സമയത്ത് സാഹചര്യം കൊണ്ടോ ചെയ്തതാണ്, നിങ്ങൾ ക്ഷമിക്കണം, എനിക്ക് വേണ്ടി പൊറുക്കലിനെ തേടണം എന്ന് പറയണം. മൂപ്പര് തിരിഞ്ഞിട്ട് ഞാൻ ചോദിച്ചതല്ല, ഇങ്ങനത്തെ മൂല്യരെ ഞാൻ എപ്പോഴാണ് കാണുന്നത്? മക്കൾ വാപ്പാനോടും ഉമ്മാനോടൊക്കെ ക്ഷമ ചോദിക്കണം എന്ന് പറയുന്നൊരു മൂല്യം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ധാരണ ഉണ്ട്. ഏത് ചെറുപ്പാണെങ്കിലും ഏത് വലിപ്പാണെങ്കിലും നമ്മുടെ മക്കളെ ദേഷ്യം തീരുന്നത് വരെ നമ്മൾ പണിഷ്മെന്റ് ചെയ്യാൻ നമുക്കൊരവകാശമല്ല. ദേഷ്യവും വികാരവും ഉള്ള സമയത്ത് തീരുമാനമെടുക്കാൻ പാടില്ല. അങ്ങനെ എടുത്താൽ അത് ഓവറായി പോകാറുണ്ട്. ശരി, ഞാൻ പറഞ്ഞു തരുന്നത്, നമ്മുടെ വീട്ടിലേക്ക് കയറി വന്ന ഒരു പെണ്ണ്, അവർക്ക് ആ ആണിനും പെണ്ണിനും അവരുടേതായ ചില പ്രൈവസികളുണ്ട്, അവർക്ക് അവരുടേതായ ഒരു ലോകമുണ്ട്. അപ്പം നമ്മളിങ്ങനെ, ഞങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടോ ഒന്ന് കണ്ടത്. ഇപ്പത്തെ ചിലന്മാരുടെ ഡയലോഗ് അങ്ങനെ. മുമ്പൊക്കെ വാപ്പാരും ഉമ്മാരും ഉറപ്പിക്കലാണ് അല്ലേ?
മനസ്സിലാക്ക, നിങ്ങളങ്ങനല്ലേ? മുമ്പ് ചില ആൾക്കാർ ബാപ്പയും ഉമ്മയും ഇത്ര ആണെന്ന് പറഞ്ഞിട്ട് ഉറപ്പിക്കും. പലപ്പോഴും ആ മഹറും കൊടുക്കലില്ല. കല്യാണം കഴിഞ്ഞ് കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും അവർ കാണുക. അങ്ങനെയൊക്കെ ഉണ്ടാവും. ചിലർ ചുമരൊക്കെ കയറി മറിയലുണ്ട്. ചുമരല്ലേ കയറി മറിയലുണ്ടെന്ന് പറഞ്ഞേക്കാം. ശരി, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അങ്ങനെ എന്നിട്ട് ഇവരൊരു ഇങ്ങനത്തെ ഒരു മാപ്പിളിനെയും ഭാര്യനെയും ഭർത്താവിനും ഞാൻ കണ്ടിട്ടില്ല. എന്തോ ഒരു മനുഷ്യൻ കാണൂലേ എന്ന്. പകൽ സമയത്ത് ചില ഭർത്താക്കന്മാരുടെ റൂമിലേക്ക് പെണ്ണുങ്ങൾക്ക് കയറാൻ ചില വീട്ടിൽ അനുവാദമല്ല. ഇത് നിങ്ങൾക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ പല കേസുകളും വരുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്താ മനുഷ്യന്മാരെന്തത് എന്ന് പറഞ്ഞിട്ട് അവരെ ഉച്ചവലം കെട്ട്, അല്ലെങ്കിൽ അവർ ആ റൂമൊക്കെയാണ് കയറുക. അപ്പോഴായിരിക്കും അവർ വെച്ച പാത്രം കാണാത്തത്, അവർ വെച്ച കത്തി കാണാത്തത്, അവരെ വിളിക്കണത്. അങ്ങനെ എങ്ങനെയൊക്കെ അവരെ അകറ്റാൻ കഴിയുമോ, എങ്ങനെ വിട്ടു നിർത്താൻ കഴിയുമോ അങ്ങനെ ശ്രമിക്കുന്ന ചില വീടുകളുണ്ട്. എല്ലാ വീടും എന്നല്ല പറഞ്ഞത്. പക്ഷേ അതിൻ്റെ അർത്ഥം എന്താ? അപ്പോഴാണ് ഇവർ നേരെ നമ്മുടെ ചുരത്തുമൊക്കെ പോയിട്ട് കുറച്ചു നേരം സമയം ചിലവാക്കണേ. അവനാൻ്റെ വീട്ടിലെ ചുറ്റുപാട് കിട്ടുമോ? ഇല്ലല്ലോ. അവിടെ പോയും ഇവിടെ പോയി ഒക്കെ സമയം കളയുന്നത് ഈ ഇടങ്ങേറ്. ഇനി നിങ്ങളൊന്ന് കയറി, ഒരു ഭർത്താവ് കയറി എന്തെങ്കിലും സംസാരിക്കാൻ തിരിഞ്ഞു നോക്കണേ, അവിടെ ഉണ്ട്, ഉമ്മ ഉണ്ട് കേട്ടോ, അവിടെ താത്തണ്ട് കേട്ടോ, എത്താ എന്ന് പറഞ്ഞിട്ട് പണ്ടൊക്കെ സലാം പറയാനും കൂടി സ്വാതന്ത്ര്യമില്ലാത്ത കാലഘട്ടം. ഇങ്ങനെ അല്ല നമ്മൾ അവരെ ഭരിക്കേണ്ടത്. അവർക്ക് അവരുടെ ലോകമുണ്ട്. കല്യാണം കഴിക്കുന്നവരെ വാപ്പാക്കും ഉമ്മാക്കും പ്രത്യേക അധികാരമുണ്ട്. ഇത് ഈ കുടുംബവും ഈ കുട്ടിയും എൻ്റെ കുട്ടിയുടെ മക്കളെ പറ്റാൻ പറ്റുന്നതാണോ, ഞങ്ങളുടെ സംസ്കാരത്തിന് യോജിച്ചതാണോ, ആദർശത്തിന് യോജിച്ചതാണോ? അങ്ങനെ നമ്മൾ കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാര്യത്തിൽ അവരുടേതായ ചില തീരുമാനങ്ങളും അധികാരങ്ങളും അവർക്കുണ്ട്. അവരുടെ ലോകത്തിന് നമ്മളൊരു കട്ടുറുമ്പാവാൻ പാടില്ല. അങ്ങനെ കട്ടുറുമ്പാകുന്നതിനെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അവരുടേതായ ലോകങ്ങളിൽ ചില കാര്യങ്ങളിൽ നമ്മൾ ഇടപെടേണ്ടി വരില്ല, ഇടപെടാൻ പാടില്ല. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം കൊടുക്കുക. അങ്ങനെ സന്തോഷം. എൻ്റെ മക്കൾ ഇയാളെന്താ ഇങ്ങനെ എന്ന് എന്നെപ്പറ്റി തോന്നാത്ത, എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ശപിക്കാത്ത, അല്ലെങ്കിൽ എന്നാണ് ഇവരൊക്കെ ഒന്ന് കാലം കഴിയുക എന്ന് വരെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. സത്യമായിട്ടും ഞാനിത് വെറുതെ പറഞ്ഞതല്ല. കൗൺസിലിങ്ങിൽ ചില ആളുകൾ അങ്ങനെ തുറന്ന് പറയുന്നതാ. ചിലപ്പോൾ അങ്ങനെ ആഗ്രഹിച്ചു പോകും എന്ന് കാലാണ് ഇവരെ കാലഘട്ടമൊക്കെ ഒന്ന് കഴിയാൻ. അത്രക്ക് ക്രൂരമായ പ്രയാസപ്പെടുത്തൽ ഒരു പക്ഷേ വീടുകളിൽ ഉണ്ടാകും. ഇത് പറയുമ്പോൾ ഈ കയറി വന്ന മരുമകൾ എന്ന് പറഞ്ഞത് വാക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാ. ആ കയറി വന്ന മകൾ എങ്ങനെ ഉമ്മയെയും എൻ്റെ ഭർത്താവിനെയും അകലത്തിലാക്കാൻ കഴിയുമെന്ന് കുതന്ത്രം പറയുന്നവരും കുതന്ത്രം നോക്കുന്നവരുണ്ട്. ഈ ആൾക്കാരെ വിചാരം എന്താ അറിയോ? ഈ ആൾക്കാരെ വിചാരം ഒരുവൻ പെണ്ണെട്ടിക്കഴിഞ്ഞാൽ ആ പെണ്ണിനെ അവനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഉമ്മാനോടുള്ള സ്നേഹം കുറയോ എന്നൊരു തോന്നല്. എനിക്ക് മാത്രം സ്വന്തമാക്കണമെന്ന് വന്ന് കയറിയ പെണ്ണുങ്ങൾക്കും ചില ഒരു തോന്നല്. ഇത് രണ്ടും തെറ്റാണ്. ഉമ്മാക്കുള്ള സ്നേഹം വേറെ, ഭാര്യയോടുള്ള സ്നേഹം വേറെ, മക്കളോടുള്ള സ്നേഹം വേറെ. അതാണ് മനുഷ്യന്റെ പ്രത്യേകത. മറ്റു ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തമാക്കുന്നതും അതാണ്. അതുകൊണ്ട് എത്രത്തോളം ജീവിതത്തിൽ, ഞാൻ അവസാനിപ്പിക്കുകയാണ്, കുറഞ്ഞ സമയമാണ് അള്ളാഹ് നമുക്ക് ആയുസ്സായി തന്നത്. ഈ സമയത്ത് പരസ്പരം അറിഞ്ഞ് ജീവിക്കുക, അഡ്ജസ്റ്റ് ചെയ്യുക എന്നല്ല. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അഡ്ജസ്റ്റ് ചെയ്യലപ്പോഴാണ് താൽക്കാലികമാണ്. അറിഞ്ഞ് ജീവിക്കുക എന്നാണ് ഞാനവിടെ പറയുന്നത്. ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യൽ എങ്ങനെ? ബസ്സിൽ നമ്മൾ രണ്ടാളുകളോടത്ത് ഒരാൾക്കും കൂടി സൗകര്യം കൊടുത്ത് മൂന്നാക്കുക, അതത് ഇറങ്ങുന്നത് വരെ ഉള്ളൂ. പക്ഷെ ജീവിതം അങ്ങനെയല്ല. മരിക്കുന്നത് വരെ അറിഞ്ഞ് ജീവിക്കേണ്ടി വരും. ആ അറിഞ്ഞ് ജീവിക്കുമ്പോൾ നാട്ടിൽ പ്രശ്നം ഉണ്ടാവില്ല. ഇതുവരെയും ഉമ്മ എന്ന് വിളിച്ച് കയറി വരുന്ന മകൻ കല്യാണം കഴിഞ്ഞാൽ അവളെ വിളിച്ച് കയറി വരരുത്. എന്താ അങ്ങനെ? ഒന്നുമില്ല. പിന്നെ ഉമ്മ പറയും, ഞാൻ ഇത്രയും കാലം എനിക്ക് വിളമ്പി തന്നില്ലേ, ഇനി ഓളോട് പറഞ്ഞാൽ മതിയെന്ന്, അപ്പം വിളിച്ചാൽ മതിയെന്ന്. കല്യാണം കഴിഞ്ഞതിന് പിറ്റേന്ന് തന്നെ ഓളെയും വിളിച്ച് പോന്നാൽ ഉമ്മ മനസ്സിലാക്കും, ഓനിപ്പം ഇനി ഞാനൊന്നും വേണ്ടല്ലേ, ഓലായി പാടായി.
അല്ലാ, ഒരു നീട്ടിയ അള്ളയുണ്ടാവും. അതേസമയം നിങ്ങൾ ഉമ്മാ തന്നെ വിളിച്ച് കയറി നോക്കി. പ്രയാസമില്ലെങ്കിൽ ഇണയും തുണയും അഡ്ജസ്റ്റ്മെന്റ് ആവണം. എന്നിട്ട് പറയണം, നിന്നോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ ആ സ്നേഹം നിലനിർത്താൻ, ഉമ്മക്ക് ഒരു പ്രയാസവും തോന്നാതിരിക്കാൻ ഞാൻ ഉമ്മനെ വിളിച്ചിട്ടേ കയറി വരൂ എന്ന് നേരത്തെ പ്ലാൻ ചെയ്താൽ മതി. ജീവിതം എന്നത് ചില കാര്യങ്ങളിലൊക്കെ 4 ഭാഗവും അറിഞ്ഞ് ജീവിക്കേണ്ടതുണ്ട്. ഭാര്യയെ വിളിച്ച് വരേണ്ടതാണ്. പക്ഷേ കുടുംബാന്തരീക്ഷം ശിഥിലമാകാതിരിക്കാൻ ചില യുക്തി ഉപയോഗിക്കേണ്ടി വരും എന്നർത്ഥം. സ്വഹാബികളുടെ ജീവിതത്തിൽ അങ്ങനെ ചില ചരിത്രങ്ങൾ കാണാം. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ അത് അറിഞ്ഞ് ജീവിക്കാം. ഉമ്മ എന്നെ വിളിച്ച് 2 ദിവസം വിളിച്ച് 3 ദിവസം വിളിച്ച് 4ാമത്തെ ദിവസം പറയാം, ഉമ്മ തൊട്ടി ഉമ്മക്ക് നെയ്ച്ചാനും വയ്യ, യോളെ വിളിച്ചുകൊണ്ടിട്ടോ എന്ന് പറഞ്ഞാൽ പിന്നെ വിളിച്ചോളി. എന്നിട്ട് വിളിച്ചാൽ കയറി ചെന്ന് നേരെ നമ്മുടെ റൂമിലേക്കല്ല പോകേണ്ടത്. പിന്നെ നമ്മൾ നേരെ ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് വേണം ഇവിടത്തേക്ക് വരാൻ. ഇതൊക്കെ ഇങ്ങനെ അറിഞ്ഞ് ജീവിക്കണം എന്നാണ് ഞാൻ ഈ പറഞ്ഞത്. വിദ്യാഭ്യാസം കുറവാണെങ്കിൽ, എഡ്യൂക്കേറ്റഡ് അല്ലെങ്കിൽ അവരറിഞ്ഞ്, നമ്മൾ ഒരു എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ഒരാൾക്ക് എഡ്യൂക്കേറ്ററിനോട് സഹകരിക്കാൻ പ്രയാസമുണ്ടാവും. പക്ഷെ നമ്മുടെ വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് മറ്റുള്ളവരെ അറിഞ്ഞ് ജീവിക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. അപ്പം നമ്മൾ അവർക്കനുസരിച്ച് നമ്മളൊന്ന് ഫ്ലെക്സിബിൾ ആവണം. അങ്ങനെ നമ്മൾ ജീവിക്കണം. അങ്ങനെ നമ്മൾ സ്വകാര്യ ജീവിതത്തിൽ പങ്കുവെക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കൂട്ടത്തിൽ ഒന്നുകൂടി പറയട്ടെ. ഒരുപക്ഷെ കുടുംബത്തിൽ നിന്ന് എല്ലാവരും ഒറ്റപ്പെടുത്തപ്പെട്ട് നീറിക്കഴിയുന്ന പെൺകുട്ടികൾ ഉള്ള വീടുകളുണ്ട്. ആ പെൺകുട്ടിക്ക് ഭർത്താവ് മോളെ കണ്ടറിയുന്നില്ലെങ്കിൽ, ഭർത്താവ് എന്നുള്ള പദം ശരിയല്ല കേട്ടോ, ജീവിത കൂട്ടുകാരനും അവളെ അറിയുന്നില്ലെങ്കിൽ ആ പ്രയാസം പിന്നെ എവിടെ വെക്കും? അത് നമ്മുടെ സ്വകാര്യ റൂമിലുള്ളതാണ്. നമ്മുടെ സ്വകാര്യ റൂമിൽ മാത്രമുള്ള ചില കാര്യങ്ങളുണ്ട്. അത് പുറം ലോകത്തേക്ക് എത്താൻ പാടില്ല. ആശ്വസിപ്പിക്കണം, എനിക്കറിയാം നിന്നെ ഇതാണെന്ന്. പക്ഷേ നമ്മുടെ ഉമ്മ നമ്മെ പോറ്റി വളർത്തിയതല്ലേ, ഉമ്മാൻ്റെ തൃപ്തിയല്ലേ നമ്മുടെ സ്വർഗം. അതിന് നമുക്ക് പകരം കിട്ടുമെന്ന്, ഞാൻ നിന്റെ കൂടെയുണ്ട് എനിക്കറിയാം എന്ന് പറഞ്ഞ് അവരുടെ ഒരു കൂടെ നിൽക്കുന്ന, അറിഞ്ഞു ജീവിക്കുന്ന ഒരു ഭർത്താവും കൂടിയാവണം. ഞാൻ പറഞ്ഞത് നമ്മുടെ മക്കൾക്ക് നമ്മുടെ തെളിനീരുകൾ ലഭിച്ച് സന്തോഷപ്പെടണം. ഒരിക്കലും നമ്മൾ മുഖേന നമ്മുടെ കുട്ടികൾക്ക് ജീവിതം കിട്ടാതെ പോകരുത്. ചിലരെങ്കിലും എൻ്റെ സംസാരം കേൾക്കുന്നവർക്ക് ആകുന്ന കാലത്ത്, യൗവന കാലത്ത്